ഹായ് ഗൈസ്, വെൽക്കം ടു ടെക് ഫ്യൂച്ചർ. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ സാംസങ്ങിന്റെ A35 റെക്കോർഡ് ചെയ്തിട്ടിരിക്കുന്നതാണ്. അൾട്രാ എച്ച് ഡി, അതായത് 4K 30 FPS ആണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്ലാരിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കിയോ. ആൻഡ് സ്റ്റെബിലൈസേഷന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം നമ്മുടെ നമ്മുടെ സ്റ്റുഡിയോയിലൂടെ ടൂർ ഞാനിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവും അതിന്റെ സ്റ്റെബിലൈസേഷൻ എത്ര വന്നു. അതിനുശേഷം ഞാൻ 1080 60 FPS ആണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഗൈസ്, ഈ വീഡിയോ തന്നെ ഞാൻ ഈ ഇതിന്റെ ബാറ്ററി പെർഫോമൻസ് എങ്ങനെയുണ്ട്, അതായത് അതിന്റെ സ്ക്രീൻ ഓൺ ടൈം എങ്ങനെയാണെന്നുള്ളത് ഈ സൈഡിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതിൽ അധികവും കൂടുതൽ സ്നാപ്ചാറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ടൈം ചാറ്റിംഗ് ആണെന്ന് തോന്നുന്നു. സോറി ഗൈസ്, ഇതിന്റെ ക്യാമറ കമ്പാരിസൺ, ക്യാമറ ടെസ്റ്റ് ഇടാൻ വിട്ടുപോയി. കാരണം ഫുൾ ടൈം ഇപ്പോൾ ഫോൺ അവന്റെ കയ്യിലാണ്. അപ്പോൾ വൈകിട്ട് ഫ്രീ ആയപ്പോഴാണ് ഫോൺ കിട്ടിയത്. അപ്പോൾ അതിന്റെ ബാറ്ററി ടെസ്റ്റ് എന്തായാലും ഇടാന്ന് കരുതി. മീൻസ് സ്ക്രീൻ ഓൺ ടൈം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. 7 hours 56 minutes രാവിലെ ചാർജ് ചെയ്തിട്ട് എടുത്തിട്ട് പോയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം 1 hour 59 minutes ആൻഡ് സ്നാപ്ചാറ്റ് അധികം യൂസ് ചെയ്തിട്ടുണ്ട്. റെക്കോർഡ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ ബാറ്ററി പെർസെൻറ്റേജ് 25% ആണ്. ഇപ്പോൾ 25% എത്ര ടൈം വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും, അതിനുശേഷമുള്ള സ്ക്രീൻ ഓൺ ടൈം എത്ര ഉണ്ടാവും എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നേരെ വീട്ടിലോട്ട് പോയാലോ. അതിന്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഗൈസ്, നമ്മൾ ഇതിലൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് വീഡിയോയിൽ തന്നെ ഫിൽറ്റേഴ്സിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. 1080 30 FPS ഇടുകയാണെങ്കിൽ ഇതിലിങ്ങനെ നമ്മുടെ ഫേസ് വന്നിട്ട് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് കാണിക്കും. അത് നല്ലൊരു ഫീച്ചർ, നല്ലൊരു ഫിൽറ്ററാണ്. കണ്ടിട്ടുള്ള കുറച്ച് വെളുത്തിട്ടുണ്ട്. അപ്പോ ഇനി അങ്ങോട്ട് ഈ വീഡിയോ ഇങ്ങനെ തന്നെ ഇടാമെന്ന് തോന്നുന്നു. എങ്ങനെയാ പുള്ളിയല്ലേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, ഇന്നത്തെ വീഡിയോ സാംസങ് A56 കുറിച്ചാണ്. അപ്പൊ സാംസങ് A56 ലോഞ്ച് ആയിട്ടുണ്ട്. എന്നെ കേട്ടാ എടുക്കണ്ട, ഒറ്റ വാക്കിൽ പറഞ്ഞ് കേൾക്കാം, വേസ്റ്റ് ആകുമ്പോൾ പറഞ്ഞു. ആൻഡ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു കമ്പാരിസണിലോട്ട് പോകാം. അതായത് സാംസങ് A56 പിന്നെ OnePlus 13 ആണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ് ഒന്നുമില്ല, എന്നാലും ഞാൻ ഓൺലൈനിൽ റിസർച്ച് ചെയ്ത് നമ്മുടെ വീഡിയോസ് എല്ലാം നോക്കിയിട്ടാണ് ഞാനിത് എൻ്റെതായിട്ടുള്ള ഒരു റിവ്യൂ ആണ്. അതായത് എൻ്റെതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആൻഡ് റിവ്യൂ ഓൾസോ. ഫസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ നിന്ന് ആരംഭിക്കാം. ഡിസ്പ്ലേ ആൾമോസ്റ്റ് സെയിം ആണ് രണ്ടും. സാംസങ് ഗാലക്സി A56 6.7 ഇഞ്ചസിന്റെ ഡിസ്പ്ലേ ആണ്. ആൻഡ് OnePlus 13 6.78 ഇഞ്ചസ് ആണ്. 7-8 അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും അറിയുമ്പോൾ ആൾമോസ്റ്റ് രണ്ട് സെയിം ഡിസ്പ്ലേ തന്നെയാണ്. സൂപ്പർ ആംഗലോഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD പ്ലസ് റെസൊല്യൂഷൻ ആൻഡ് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്. ഈ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആൻഡ് UI ഒക്കെ വരുമ്പോൾ എനിക്ക് OnePlusന്റെ 13 ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അതിന്റെ സ്മൂത്ത്നെസ്സും ഓരോ ആപ്പ് ഓപ്പൺ ക്ലോസിംഗ് ടൈമും അതിന്റെ റിഫ്രഷ് റേറ്റ് പക്കായിട്ടുള്ളത് OnePlus 13 അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ബാറ്ററി ആൻഡ് ചാർജ്. ഇതിന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല, ഡയറക്റ്റ് OnePlus 13 തന്നെയാണ്. കാരണം 6000 mAh ബാറ്ററി പ്ലസ് 18 വാട്ടിന്റെ സൂപ്പർ ബൂക്ക് ചാർജർ അതിന്റെ പെട്ടിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും 42,000 രൂപ കൊടുത്ത് നമ്മൾ സാംസങ്ങിന്റെ ഒരു ഫോൺ വാങ്ങിച്ചിട്ടും അതിൽ പക്ഷെ 45 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ചാർജർ ബാഗ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. സോ ഗൈസ്, ഈ 42-40,000 രൂപ ബഡ്ജറ്റ് സെഗ്മെന്റിൽ നോക്കുന്നവരാണെങ്കിൽ കണ്ണും മൂട്ടിയെടുത്തോ OnePlus 13 ആണ് ബെസ്റ്റ് ഓപ്ഷൻ. അത് മാത്രമല്ല ഗൈസ്, ക്യാമറയുടെ കാര്യത്തിലും നമുക്ക് OnePlus 13 തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. കാരണം 50 മെഗാ പിക്സലിന്റെ സെൻസർ വരുന്നുണ്ട്. 50 മെഗാ പിക്സലിന്റെ ടെലഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. അതായത് OnePlus 13 50 മെഗാ പിക്സലിന്റെ 2x സൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടെലഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാംസങ്ങിലാണെങ്കിൽ 2x ഓപ്ഷൻ വരുന്നുണ്ട് പോർട്രേറ്റിൽ. പക്ഷെ അത് നമ്മുടെ മെയിൻ ക്യാമറയിൽ തന്നെ ക്രോപ്പ് ചെയ്ത് വരുന്ന ഒരു അവരുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ A35 യൂസ് ചെയ്തപ്പോഴും നമ്മൾ നോർമലി ക്യാമറയുടെ ആ ഒരു UI കാണുമ്പോൾ ഇത് ഇത്ര രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഫോണിന് ഇത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ ആ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നുന്നുണ്ട്. അത് മൊത്തം ഇപ്പൊ വരുന്ന എല്ലാ സംഭവവും എല്ലാം AI വെച്ചിട്ടുള്ള കളിയാണ്. അതുകൊണ്ട് ഒരാളൊരു ക്യാമറ എനിക്ക് കണ്ടിട്ട് OnePlus 13 കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത്. ഞാൻ കുറെ ക്യാമറ റിവ്യൂസ് ഉണ്ടായിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് OnePlus 13 കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ ക്യാമറ ആണെങ്കിൽ.
ആക്ച്വലി എന്തിനാണ് A56, A56, A36, A26 എന്ത് അപ്ഗ്രേഡാണ് അതിൽ വന്നത്? ഒന്നും പറയില്ല ഗൈസ്. ദയവ് ഇത് ഈ A35 ഇപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് A35ലാണ്. ഇതില് അത്യാവശ്യം അതായത് ഈ ഗെയിം കളിക്കാത്തവർക്കാണെങ്കിലും നോർമൽ യൂസേജിന് ആണെങ്കിൽ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകും. പക്ഷേ ഈ 42,000 രൂപ ബഡ്ജറ്റിൽ A56 വർത്തല്ല. ഓക്കെ, സാംസങ് നിങ്ങൾ എന്താണ് കാണിക്കുന്നത് മനസ്സിലാവണില്ല. എത്തുന്നില്ല. അപ്പോൾ ഗൈസ്, ആൾമോസ്റ്റ് ഞാനൊരു ഈ വീഡിയോ ഒരു 15 മിനിറ്റിന് മുകളിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15 മിനിറ്റ് റെക്കോർഡ് ചെയ്തതിൽ ആൾമോസ്റ്റ് ഒരു 4% ബാറ്ററി ലൈഫ് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 20% ബാറ്ററി ലൈഫ് ഇനിയും ഇതിൽ ബാലൻസ് ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു സ്ക്രീൻ ഓൺ ടൈം ആൻഡ് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെയാണ് A35 കിട്ടുന്നത്. ആൻഡ് എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ചിപ്സെറ്റാണ്. സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 കഴിഞ്ഞ വർഷത്തെ ബെസ്റ്റ് പ്രോസസ്സറാണ് OnePlus 12 പ്രോസസ്സർ. OnePlus 13R വന്നിട്ടുള്ളത്. ഇതില് പിന്നെ A56 Exynosന്റെ ആ പ്രോസസ്സർ. അപ്പൊ ഇത്രയും എമൗണ്ട് കൊടുത്ത് നല്ലൊരു പ്രോസസ്സർ തന്നിരിക്കുക. ദയവ് ചെയ്ത് ഗൈസ് നമ്മുടെ A56 ചാടരുത്. ഓക്കെ,